എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് ഒരു നാടൻ പലഹാരമാണ്. അത് 1.5 ഗ്ലാസ് അരി ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിയിട്ട് വെച്ചിരുന്നതാണ്. കുതിർന്നരിയാണിത്. ഇതിന് വേണ്ടത് കൊഴുക്കട്ട ഉണ്ടാക്കാനാണ്. ഇതിന് വേണ്ടത് തേങ്ങയും ഉണ്ടയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഉപ്പ് വേണം, ശകലം ജീരകം, ചെറിയ ജീരകം വേണം, ഇത്രയും മതി. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഞാൻ ഈ ചെറിയ ജാറിനകത്ത് അരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഒരുപാട് അരി ഇല്ലല്ലോ. നമുക്ക് അരയ്ക്കുന്നത് കാണിക്കാം. ഇതാ, എനിക്കൊരു 4 പ്രാവശ്യം ഇടാൻ കാണും. ഇത്ര അരി ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം വേണ്ടല്ലോ, കൊഴുക്കട്ടയ്ക്കല്ലേ. ഇതാ അരഞ്ഞ് കിട്ടിയത് കണ്ടോ. ഇതാ ഇങ്ങനെ അരച്ചെടുക്കണം. ഇതുപോലെ ഞാൻ മറ്റുള്ളതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഇതിനകത്തെ ജീരകം ഇടണം. ഇതാ 1/2 സ്പൂണ് ജീരകം. ഉപ്പ് കുറച്ചിട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടയ്ക്ക് ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. അരച്ചെടുത്തിട്ട് ബാക്കി കാണിക്കും. ഇതാ ഉപ്പും ജീരകവും മിക്സ് ആകാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ നമുക്ക് ഇനിയും കൊഴുക്കട്ട ഉണ്ടാക്കാം. അരച്ച മാവ് ഉരുളയാക്കി ഇതാ നമുക്ക് ഫില്ലിങ് വെക്കാം. ഉണ്ടയും തേങ്ങയുടെ ഫില്ലിങ് ആക്കി ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ കുട്ടകത്തിൽ വെള്ളം വെച്ച് തട്ടും വെച്ച് വെള്ളം ചൂടായിരിക്കുകയാണ്. നമുക്ക് ഓരോന്നോരോന്ന് ഉണ്ടാക്കി വെക്കാം. ഇതാ മാവെല്ലാം ഫില്ല് ചെയ്ത് ഉരുളകളാക്കി അടുപ്പിൽ വെച്ച് ഇനി നമുക്ക് വെന്തിട്ട് കാണിക്കാം. അടയ്ക്കാം ഒരു 15 മിനിറ്റ്. ഹലോ, നമ്മുടെ കൊഴുക്കട്ട എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ച് കാണിക്കാം. ഇതാ നമ്മുടെ കൊഴുക്കട്ട എല്ലാം റെഡിയായി. ഇനി നമുക്ക് കാപ്പി കുടിക്കാം. എല്ലാവരും വായോ, നമുക്ക് കാപ്പി കുടിക്കാം. നാടൻ പലഹാരമായ കൊഴുക്കട്ട കഴിക്കാം. ഇത് കട്ടൻ ചായയുണ്ട്, നമുക്ക് കഴിക്കാം. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഷോർട്സ് കാണണം, വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണം, ഷെയർ ചെയ്യണം. ഡൺ. നാളെ കാണാം.